ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഗൂഗിൾ ക്യൂ ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹോട്ടായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ഗൂഗിൾ ക്യൂവിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഫീച്ചറുകളൊന്ന് എന്ന് പറയുന്നത് ഗൂഗിൾ ഡാർക്ക് തീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുൻപ് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോക്ക് റൂമുകളിലൊന്നും ഡാർക്ക് തീമുകൾ ഉണ്ടായിരുന്നില്ല. കസ്റ്റമൈസ്ഡ് റൂമുകളിൽ, അതായത് ഇപ്പോൾ MIUIയിലോ അല്ലെങ്കിൽ ഓക്സിജൻ OSലോ അല്ലെങ്കിൽ കളർ OSലോ അങ്ങനെ അത്തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് റൂമുകളിൽ മാത്രമേ ഇതുവരെ ഡാർക്ക് തീം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഒഫീഷ്യലി ഗൂഗിളിൻ്റെ സ്റ്റോക്ക് റൂമിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ. അത് നമുക്ക് ഡിസ്പ്ലേയുടെ സെറ്റിങ്സിനകത്ത് നമുക്ക് അത് രണ്ട് രീതിയിലും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഡാർക്ക് തീമിലേക്കും അല്ലാത്ത നോർമൽ തീമിലേക്കും സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം ഡാർക്ക് തീം വേണമെങ്കിൽ അങ്ങനെ ഒരു സെറ്റിങ്സിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇത്ര സമയം മുതൽ നമ്മളൊരു ഈവനിങ് ടൈം ലൈറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ നൈറ്റ് ഒരു 6 to 6 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സമയം സെറ്റ് ചെയ്തുകൊണ്ടുള്ള നമുക്ക് ഡാർക്ക് തീം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഡാർക്ക് തീം ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും സുപരിചിതരാണ്. ഡാർക്ക് തീമിൻ്റെ ഉപയോക്താക്കൾ ഇഷ്ടമുള്ള ആളുകൾ കൂടിയതുകൊണ്ടാണ് ആൻഡ്രോയിഡ് ഇങ്ങനൊരു ഫെസിലിറ്റിയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ബാറ്ററി കൺസംഷൻ കുറയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഡാർക്ക് തീം ഡാർക്ക് ആകുമ്പോൾ ബ്രൈറ്റ്നസ്, ഇതിനകത്ത് ഇമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് കുറയും. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കൺസംഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കണ്ണിലേക്ക് അധികം വെട്ടമടിക്കാതെ ഇച്ചിരി ലൈറ്റായിട്ട് നിൽക്കുന്ന, ഒരു ഡാർക്കായിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ കണ്ണിനൊക്കെ നല്ലത്. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. എന്തായാലും ആൻഡ്രോയിഡ് അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനിൽ ഡാർക്ക് തീം ഒഫീഷ്യലി സ്റ്റോക്ക് റൂമിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൻഡ്രോയിഡ് കുറേ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ പെർമിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു വലിയ പരിധി വരെ അതിന് ഉത്തരം കാണുന്ന, പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന പുതിയൊരു അപ്ഡേറ്റാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്, ഒരു ഫീച്ചറാണ് അതിൻ്റെ പെർമിഷൻ സെറ്റിങ്സിൽ വന്നിരിക്കുന്ന മാറ്റം. നമുക്കറിയാം, ഇപ്പോഴുള്ള വെർഷൻസിലെല്ലാം ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നത് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർമിഷൻ അലൗ അല്ലെങ്കിൽ ഡിനേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ അലൗ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർമിഷൻ, ഒരു ഉദാഹരണത്തിന് ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷൻ പെർമിഷൻ അലൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സമയം, പിന്നെ എപ്പോഴും ആ ആപ്ലിക്കേഷന് നമ്മൾ അലൗ കൊടുത്തിരിക്കുന്ന പെർമിഷൻ എല്ലാ സമയത്തും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ ആണെങ്കിൽ അവർക്ക് ലൊക്കേഷൻ എല്ലാ സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ, വലിയൊരു ത്രെട്ട് തന്നെയാണത്. അത് യഥാർത്ഥത്തിൽ എന്താണ്, അത് വലിയൊരു ത്രെട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദമാക്കി തരുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ്റെ പണിപ്പുരയിലാണുള്ളത്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് എങ്ങനെയാണെന്ന് അതിൻ്റെ അറ്റാക്ക് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭീഷണിയിലൂടെയാണ് നമ്മളെല്ലാവരും ആൻഡ്രോയിഡിനകത്തുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുടൻ തന്നെ ആ വീഡിയോ ആയിട്ട് വരും. ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ ഈ പുതിയ ആൻഡ്രോയിഡ് ക്യൂവിലുള്ള അപ്ഡേറ്റ് വഴി സാധിക്കും. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസാണ് ഇനി മുതൽ പെർമിഷൻ ഉള്ളത്. ഒന്ന്, അലോ ഓൾവേസ്, എല്ലാ സമയത്തും അലോ ചെയ്യാനുള്ള നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ലൊക്കേഷൻ പെർമിഷൻ ആണെങ്കിൽ അത് എപ്പോഴും അലോ ചെയ്യുന്നൊരു ഓപ്ഷൻ. രണ്ടാമത്തതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അഡീഷൻ. അത് വളരെ പ്രധാനപ്പെട്ട, ഐഡിയൽ ആയിട്ടുള്ള, നമുക്കെല്ലാവരും ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും അത്. അതിങ്ങനെയാണ്: അലോ ഓൺലി വെൻ ദ ആപ്ലിക്കേഷൻ ഈസ് റണ്ണിങ്. ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് മാത്രം ആ പെർമിഷൻ അലോ കൊടുക്കുക. ഉദാഹരണത്തിന് ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ലൊക്കേഷൻ പെർമിഷൻ അലോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്തിട്ടില്ലെങ്കിൽ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ആ പെർമിഷൻ അലോ ചെയ്യാൻ പാടില്ല. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ആരൊക്കെയാണ്, ആപ്ലിക്കേഷൻ്റെ ഏതൊക്കെ പെർമിഷൻസ് ഏതൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു സംവിധാനം കൂടി ആൻഡ്രോയിഡ് ക്യൂവിനകത്ത് വരുന്നുണ്ട്. അതും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് വേർഷൻ ആൻഡ്രോയിഡ് ക്യൂവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അങ്ങനെ ഒട്ടനവധി എക്സൈറ്റിംഗ് ഫീച്ചേഴ്സുമായിട്ടാണ് ആൻഡ്രോയിഡ് ക്യൂ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തിരിക്കണം. അതിൻ്റെ ഒഫീഷ്യൽ വേർഷൻ ഇറങ്ങിയിട്ടില്ല, ഡെവലപ്പർ വേർഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒഫീഷ്യൽ വേർഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്യൂവിൽ ഇതുവരെ ആൻഡ്രോയിഡ് ക്യൂവിന് പേരിട്ടിട്ടില്ല. അപ്പോൾ ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും സ്വീറ്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
നമ്മൾ നെയ്യപ്പം കൊണ്ട് ആൻഡ്രോയിഡ് എന്നിന് വേണ്ടി നെയ്യപ്പം കൊണ്ട് നമ്മളൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അതുപോലെ മലയാളത്തിൽ അങ്ങനെ എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസും ആവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള അപ്ഡേറ്റ്സുകൾ അപ്പോൾ അറിയുന്നതിന് വേണ്ടി, പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്